ഹായ് ഫ്രണ്ട്സ്, മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല ഒരു കിടിലൻ മത്തി പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് മത്തി ഇതുപോലെ ഒന്ന് കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീൻ മുട്ടയില്ലേ പരിഞ്ഞിലൊക്കെ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം അതിലേക്ക് കാന്താരി മുളക്, നല്ല എരിവുള്ള കാന്താരി കേട്ടോ, കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കറി ലീഫ് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് പിഴിപുള്ളി ഞാനിതുപോലെ വെള്ളത്തിലിട്ടിട്ടുണ്ട്, ഒരു ഇച്ചിരി ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണ് തേങ്ങ, ഇച്ചിരി മതി കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക്, കുരുമുളക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാട്ടോ. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ചേർത്തത്. പച്ച കുരുമുളക് ഉള്ളവർ അതെടുത്താൽ മതി. എന്നിട്ടിത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ കിടിലനൊരു റെസിപ്പി ആട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി ഈ അരപ്പെല്ലാം നമുക്ക് ഈ മീനിലേക്ക് നിന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്കൊരു മുക്കാൽ മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് അമർത്തിയാൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാനൊരു വാഴയിലയുടെ പീസ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മത്തിയെല്ലാം പറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പം മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടാവില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അറിഞ്ഞുകൂടാത്തവരും കാണും. അപ്പോൾ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, അതാണ് ഇതിൻ്റെ സൂപ്പർ ടേസ്റ്റ്. ഉണക്ക് നമ്മൾ മറ്റേ കുരുമുളക് കുഴപ്പമില്ല, പക്ഷെ പച്ച ചേർക്കുന്നതാണ് എനിക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറി ലീഫ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ചുമന്നുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്, കല്ലേ വെച്ചൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇച്ചിരി ഒരു പകുതി നാരങ്ങയുടെ നീര് ഞാനിതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ പുളി നേരത്തെ ചേർത്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ പുളി ചേർക്കുമ്പോൾ ഇച്ചിരി ഒന്ന് കുറച്ച് ചേർത്താൽ മതി. പുളി മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ ഒരു 1-2 ടീസ്പൂൺ കുറച്ച് മതിയാവും ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എണ്ണയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കുക. ഒരു ഇല കൂടെ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു പകുതി ഇല കൂടെ എടുത്ത് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ നമുക്കിനി പൊതിഞ്ഞ് വാഴനാര് കൊണ്ട് തന്നെ ഒന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, 1 ടീസ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ പാനിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ളതായിട്ടോ. ഞാനിങ്ങനെ നോൺ സ്റ്റിക്കിനൊന്നും കൂടുതൽ ഉപയോഗിക്കാത്തത് കൊണ്ട് മേടിക്കാറുമില്ല. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പാന് മാറ്റിയിട്ട് ഇരുമ്പ് ചട്ടിയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് ഇതായപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് നല്ലപോലെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പാൻ ഇതായതുകൊണ്ട് ആ പാനിൽ നിന്ന് ഇതിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തന്നെ ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താൽ നല്ലപോലെ ഇലയെല്ലാം കരിഞ്ഞ് അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല നെയ്മത്തിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ചെറിയ മീൻ ഏതായാലും കുഴപ്പമില്ല, പക്ഷെ മത്തി ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രത്യേക രുചി. അപ്പോൾ ഇപ്പോൾ ഞാനത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും കഴിക്കുന്നില്ല, ഒരു ഇച്ചിരി എടുത്ത് നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഒരു ഇച്ചിരി ഒന്ന് എടുത്ത് കഴിച്ച് നോക്കണം. എൻ്റെ പൊന്നോ, കാന്താരിയുടെ എരിയും പുളിയും എല്ലാം കൂടെ അടിപൊളി. ഇപ്പോൾ ചോറിൻ്റെ കൂടെ, കപ്പയുടെ കൂടെ ഇല്ല, കപ്പ പുഴുങ്ങിയെടുക്കത്തില്ല നമ്മൾ, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ
ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഈ അരപ്പൊക്കെ ഒന്ന് അടിച്ചെടുത്ത് നക്കുമ്പോൾ ഉള്ളൊരു രുചിയുണ്ടല്ലോ, ആ പുളിയും എരിയും ആ ചുമന്നുള്ളിയുടെ മണവും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും